സോ KTU BTech S3 2024 സ്കീം സ്റ്റുഡൻസിൻ്റെ ക്ലാസ് എന്ന് തുടങ്ങും. അതേപോലെ തന്നെ നിങ്ങളുടെ അക്കാഡമിക് കലണ്ടർ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, S3 ആയിക്കോട്ടെ, S5 ആയിക്കോട്ടെ, S7 ആയിക്കോട്ടെ. അപ്പോൾ S3 സ്റ്റുഡൻസിനായിക്കോട്ടെ, നമ്മൾ S3 ആണല്ലോ പറയുന്നത്. 1/7/2025 നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നത്. ജൂലൈ 1 ആയിരിക്കും നിങ്ങൾക്ക് കോളേജ് തുറക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സീരീസ് എക്സാമിൻ്റെ കേസിലോട്ടാണ്. സീരീസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 23/8 ഓഗസ്റ്റ് 23 ആ ടൈമിലായിരിക്കും നിങ്ങളുടെ സീരീസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് സീരീസ് എക്സാം ഏകദേശം 15/10/2025 15/10/2025 നടക്കുക. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എന്നായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അതിൻ്റെ മുന്നേ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് പ്രസൻസ് S3 മംഗൾ ബാച്ചിൻ്റെ ലോഞ്ച് വരാൻ പോകുന്നത് ഇന്ന് 7 മണിക്ക് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ യൂട്യൂബ് ചാനലാണ് S3 മംഗൾ ബാച്ചിൻ്റെ ലോഞ്ച് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പെക്യുലിയർ ഫീച്ചേഴ്സാണ് അതിൽ വരാൻ പോകുന്നത്. ഒരുപാട് കിഡിലൻ ഓഫേഴ്സാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാനുള്ള ഒരുപാട് വെറൈറ്റി കണ്ടൻറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വീണ്ടും അത് പറയുന്നത് നിങ്ങൾ മൈൻഡിലോട്ട് അത് വരാനുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് നിങ്ങളൊരു ഹൈ അല്ലെങ്കിൽ വളരെ എക്സലൻറ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും. ക്ലാസ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഐഡിയാസ് കൂടുള്ളൂ. അപ്പോൾ ഒരുപാട് പിള്ളേർക്ക് ഭയങ്കര ടഫായിരുന്നു എക്സാംസും കാര്യങ്ങളൊക്കെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ S2 ചന്ദ്ര ബാച്ചിൽ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസിൽ C പ്രോഗ്രാമിൽ ഏകദേശം 60-ൽ 47 മാർക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എൻറോൾ ചെയ്യുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ലിങ്കും കാര്യങ്ങളും കൊടുത്തത്. അപ്പോൾ എൻറോൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ ലൈവ് എന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുന്ന 7 മണിക്കാണ് ലൈവ് വരുന്നത്. അപ്പം കൃത്യമായിട്ട് അത് കാര്യങ്ങൾ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇനി അടുത്ത് അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം എന്ന് നടക്കും. ഏകദേശം നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് നവംബർ 11 ആ ടൈമിലായിരിക്കും. നവംബർ 13 നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് ആലോചിച്ചെടുക്കാൻ ഡിസിഷനാണ്. ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളിപ്പം ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ ക്ലാസ് പ്രൊമോട്ട് ചെയ്യും, നിങ്ങളുടെ മനസ്സിൽ പ്രൊമോഷനായിട്ട് കൂട്ടരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സിനെ കൊണ്ട് ഈ ഒരു ഇയറിലല്ല നിങ്ങളുടെ ഫ്യൂച്ചറിലോട്ട് ആ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വളരെ ഹെൽപ്പ് ചെയ്യും. ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ക്ലാസ്സുകളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഏകദേശം ഞാൻ S7 ഒക്കെ എത്തുമ്പോഴാണ് ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്, S6 ഒക്കെ എത്തുമ്പോഴാണ് ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ആക്ച്വലി എനിക്ക് അങ്ങനത്തെ ഒരു ക്ലാസ് എടുക്കണം എന്ന് ഇപ്പോഴും ഞാൻ അവരുടെ ക്ലാസ് വളരെ ഇമ്പ്രസീവായിട്ട് യൂട്യൂബ് ലൈവൊക്കെ ഇടയ്ക്ക് കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ അവരുടെ ക്ലാസ് ചില സബ്ജക്റ്റൊക്കെ ഞാൻ ഇപ്പോഴും എടുത്ത് പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത് ലൈവ് കാണുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. ഈ ക്ലാസ് നിങ്ങൾ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്തായാലും എടുക്കുക. സോ സജസ്റ്റ് ചെയ്യാണ്. അവസാന നിമിഷത്തിൽ വന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും പഠിച്ചു പോയിട്ട് ഈ പ്രാവശ്യത്തെ C പ്രോഗ്രാമിംഗ് പോയ പോലെ നിങ്ങൾ പോകരുത്. സോ ജോയിൻ ചെയ്ത് പഠിക്കുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ channel. It's for you, not for me.